അയച്ചടാ 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 അങ്ങോട്ട് നിൽക്കുന്നത് അങ്ങോട്ട് നിൽക്കുന്നത് അങ്ങോട്ട് 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 കുറച്ച് ബാക്ക് വേണം കുറച്ചുകൂടെ ഇങ്ങോട്ട് നാരായണായ ഓം നമോ 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 നാരായണായ മാത്രം മുന്നോട്ട് വരും മേയർ മാത്രം മതി നമ്മളാണെങ്കിൽ നോക്കും ബാക്ക് പാടെ കുറച്ചുകൂടെ
കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ കൊള്ളാം. സൈഡ് പ്ലീസ്. സൈഡിലോട്ട് നിൽക്കും മാഡം, സൈഡിലോട്ട് നിൽക്കും. ക്യാമറയുടെ ജയിച്ചേട്ടാ അതിൻ്റെ അടുത്ത് വരരുത്. ജയിച്ചേട്ടാ അതിൻ്റെ ഇതിൻ്റെ കുറച്ച് ഫ്രണ്ട് തന്നെ കൊടുക്കാൻ പറയും. ഇങ്ങോട്ട് വരട്ടെ, അവരങ്ങോട്ട് നമ്മുടെ കാർഷിക സമൃദ്ധിയുടെയും അതോടൊപ്പം തന്നെ സംസ്കാരം, നമ്മുടെ നാടിൻ്റെ സംസ്കാരം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊയ്ത്തുത്സവത്തിൽ പുത്തരിക്കണ്ടത്തിൽ ഞാറ് നട്ട് വിളയിച്ച നെൽക്കതിരുകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിച്ച് നിറപുത്തരി ദിവസത്തിൽ ഭഗവാന് അഭിഷേകം ചെയ്യുന്നത്, നിവേദ്യം കൊടുക്കുന്നത് ഈ നെല്ലുപയോഗിച്ചായിരിക്കും ഈ സങ്കല്പം ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻകൈ എടുത്തുകൊണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇടയ്ക്ക് കുറേ കാലം വെച്ച് ഇത് നിലച്ചു പോയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തരിക്ക് നിവേദ്യം നടത്തുവാനുള്ള നെന്മണികൾ പുത്തരിക്കണ്ട മൈതാനത്തിൽ തന്നെ ഒരുക്കുന്ന പാടത്തിൽ ഞാറു നട്ട് വിളയിച്ച് ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഭരണസമിതി അധികാരത്തിലേറി ആദ്യത്തെ മാസം തന്നെ സംസ്ഥാന കൃഷി വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ഞങ്ങൾ ഞാറ് നട്ടു, പാടമൊരുക്കി ഞാറ് നട്ടു. അതിനുശേഷം ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരമനജിത്ത് ഉൾപ്പെടെ എം.ആർ. ഗോവിനൊക്കെ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായിട്ട് ഇതിനെ പരിപാലിച്ച് കോർപ്പറേഷൻ്റെ ജീവനക്കാരും സംസ്ഥാന സർക്കാരിൻ്റെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും മേൽനോട്ടം നൽകി അവിടെ ഞാറ് നട്ടു, നെന്മണികൾ വിളയിച്ചു. ഇന്ന് രാവിലെ അതിന് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ വിളവെടുപ്പ് നടത്തി. കഴക്കൂട്ടം എം.എൽ.എ. ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെ പങ്കെടുത്തു. കൗൺസിലർമാരും മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരും ഒക്കെ പങ്കെടുത്തു. വളരെ ആചാരാനുഷ്ഠാനങ്ങളോടെ ഇന്ന് വൈകുന്നേരം ശ്രീ കരമനജയൻ, ശ്രീ വേലപ്പൻ നായർ ഉൾപ്പെടുന്ന തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതിയെ നെൽക്കതിരുകൾ ഏൽപ്പിച്ചു. ബാക്കി കാര്യങ്ങൾ ക്ഷേത്ര ഭരണസമിതിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെതല്ല, കേരളത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെ മുഴുവൻ അഭിമാനമായിട്ടാണ് ഈ മഹോത്സവത്തെ ജനങ്ങൾ ആചരിക്കുന്നത്. ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇന്ന് വാഗ്ദാനം കൊടുത്തതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ ചെയ്തു തീർത്തതിൽ ശ്രീ കരമനജയൻജി വളരെ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ പല സ്ഥലങ്ങളിലും ആവർത്തിച്ചിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തരിക്ക് ആവശ്യമായ നെൽക്കതിരുകൾ പുത്തരിക്കണ്ടത്ത് തന്നെ വിളയിച്ച് ഞങ്ങളോട് സമർപ്പിക്കുന്നു. അത് നിറവേറ്റാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തിലാണ് ഞങ്ങളൊക്കെ തന്നെ സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നത്.